ജയിക്കാൻ വേണ്ടി തന്നെയാണ് എല്ലാവരും കളിക്കുന്നത്. ഓരോ ടീമിൻ്റെയും ലക്ഷ്യം എതിരാളിയുടെ ഗോൾ വല മാത്രമാണ്. അല്ലെങ്കിൽ ഇരമ്പിയെത്തുന്ന എതിരാളിയെ ഇടിച്ചിട്ടെങ്കിലും സ്വന്തം ഗോൾ മുഖം കാക്കണം. പലപ്പോഴും അത് കയ്യാങ്കളിയിലൊക്കെ അവസാനിക്കാറുണ്ട്. എന്നാൽ ജയങ്ങളും ഗോളുകളും മാത്രമല്ല എല്ലായ്പ്പോഴും. കൂട്ടത്തിലൊരുവൻ മൈതാനത്ത് പിടഞ്ഞു വീണാൽ പിന്നെ ആ പന്തിൽ ബൂട്ടുകൊണ്ടൊന്ന് തട്ടാൻ മനസ്സനുവദിക്കാത്ത നിമിഷങ്ങളുമുണ്ട്. കഴിഞ്ഞ രാത്രിയിലെ ഡെൻമാർക്ക് യുക്രൈൻ പോരാട്ടത്തിനിടയിലെ ഒരു സംഭവത്തെക്കുറിച്ചാണ് പറയുന്നത്. ഡെൻമാർക്ക് യുക്രൈൻ ലോകകപ്പ് സന്നാഹ മത്സരത്തിന്റെ 65-ാം മിനിറ്റ്. ബോക്സിൽ നിന്ന് തനിക്ക് നേരെ വന്ന പന്ത് യുക്രൈൻ്റെ ലെഫ്റ്റ് ബാക്ക് മാലിനോവ്സ്കി കളത്തിന് പുറത്തേക്ക് അടിച്ചു കളയുന്നു. എന്തിന് ഈ സമയത്ത് വിസിൽ മുഴക്കിയെന്നോർത്ത് ക്ഷുഭിതനാകുന്ന യുക്രൈൻ പരിശീലകനെയും കണ്ടു. എന്നാൽ പെട്ടെന്നാണ് ഫിൻലൻഡിന്റെ ഗോൾ മുഖത്ത് നെഞ്ചിൽ കൈയമർത്തി കളത്തിൽ കുഴഞ്ഞു വീണ കളിക്കാരനെ ശ്രദ്ധിച്ചത്. അത് അയാളായിരുന്നു, ഡെൻമാർക്കിന്റെ 10-ാം നമ്പറുകാരൻ ക്രിസ്റ്റ്യൻ എറിക്സൺ. അത് എറിക്സൺ എന്ന് ഉറപ്പിച്ചതോടെ ഒന്നടങ്കം നെടുവീർപ്പിട്ടു ആ നിറഞ്ഞ ഗാലറിയും ടെലിവിഷനിലൂടെ കളി കണ്ട ആരാധകരും. അതിനൊരു കാരണമുണ്ട്. മുൻപൊരിക്കൽ, കൃത്യമായി പറഞ്ഞാൽ 5 കൊല്ലം മുമ്പ്, ഇതുപോലെ നെഞ്ചു പിടഞ്ഞ് എറിക്സൺ കളത്തിൽ കുഴഞ്ഞു വീണതാണ്. രണ്ടായിരത്തി 2021 യൂറോ കപ്പിലെ ഡെൻമാർക്ക് ഫിൻലൻഡ് മത്സരത്തിന്റെ 43-ാം മിനിറ്റ്. ത്രോയിൻ സ്വീകരിക്കാൻ ടച്ച് ലൈനിലേക്ക് നീങ്ങുകയായിരുന്ന എറിക്സൺ പെട്ടെന്ന് ഇടറി വീണു. എന്താണ് സംഭവിക്കുന്നതെന്ന് ആദ്യം ആർക്കും മനസ്സിലായില്ല. പക്ഷേ റഫറിയും കളിക്കാരും പകച്ചുപോയില്ല. എറിക്സൺ നാവു കടിച്ച് കൂടുതൽ കുഴപ്പത്തിലേക്ക് പോകാതിരിക്കാൻ ഡെൻമാർക്ക് നായകൻ സൈമൺ കെയറിന്റെ അവസരോചിത ഇടപെടൽ. CPR നൽകി ടീംമേറ്റിന്റെ ജീവൻ നീട്ടിയെടുക്കാൻ ക്യാപ്റ്റന്റെ കൈത്താങ്ങ്. പ്രിയപ്പെട്ടവന്റെ വേദന ക്യാമറ കണ്ണുകളിൽ നിന്ന് മറച്ചു പിടിക്കാൻ താരങ്ങൾ വട്ടം കൂടി നിന്നു. കൊടികൾ വെച്ച് മറച്ചു. നടുക്കുന്ന വേദനയ്ക്കിടയിലും ഫുട്ബോൾ ലോകം കൈയടിച്ചു. അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ എറിക്സൺ 259 ദിവസങ്ങൾക്ക് ശേഷമാണ് കളത്തിലേക്ക് തിരിച്ചു വന്നത്. കാർഡിയോ ഡിഫിബ്രിലേറ്റർ എന്ന യന്ത്രത്തിന്റെ സഹായത്തോടെയാണ് അയാൾ ഇപ്പോൾ കളിക്കുന്നത്. ഇനി വീണ്ടും കഴിഞ്ഞ രാത്രിയിലേക്ക്. നെഞ്ചുവേദന അനുഭവപ്പെട്ട് കളത്തിൽ കുഴഞ്ഞു വീണ എറിക്സണ് വീണ്ടും മറയായി കളിക്കാർ. പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം നടന്നു തന്നെയാണ് അയാൾ ആംബുലൻസിലേക്ക് പോയതെന്ന് കണ്ടപ്പോൾ ആശ്വാസം. ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട എറിക്സൺ ചികിത്സയിലാണ്. പിന്നാലെ ഡാനിഷ് ഫുട്ബോൾ ഫെഡറേഷന്റെ അറിയിപ്പെത്തി. എറിക്സൺ ബോധവാനാണ്, മറ്റു ഗുരുതര പ്രശ്നങ്ങളില്ല. അദ്ദേഹം സ്വയം നടന്നാണ് മൈതാനത്തിന് പുറത്തെത്തിയത്. പേസ് മേക്കർ പ്രവർത്തിക്കേണ്ട രീതിയിൽ തന്നെയാണ് പ്രതികരിച്ചത്. അദ്ദേഹത്തിന് കുറച്ചു സമയത്തേക്ക് ബോധം നഷ്ടപ്പെട്ടിരുന്നു. എന്നാൽ വളരെ വേഗത്തിൽ തന്നെ ബോധം തിരിച്ചു കിട്ടി. കൂടുതൽ പരിശോധനകൾക്കായി എറിക്സൺ ആശുപത്രിയിൽ തുടരും. ആശ്വാസത്തിന്റെ വാക്കുകൾ. എറിക്സൺ ഒരു പോരാളിയാണ്. ഫുട്ബോൾ ലോകം ഒരിക്കൽ അത് കണ്ടതാണ്. അയാൾ ഇനിയും പുൽമൈതാനത്ത് വിസ്മയങ്ങൾ തീർക്കാൻ തിരിച്ചെത്തുമെന്ന് പ്രതീക്ഷിക്കാം.